ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2023 റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. അതായത് നമുക്ക് വാല്യുവേഷന് പോയ സമയത്ത് കിട്ടിയിരിക്കുന്ന ആൻസർ കീ കൂടിയാണിത്, ലാസ്റ്റ് ഇയറിലെയാണ്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ റിസർച്ച് ഡിസൈൻ ആണ്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ കളക്ഷൻ, മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഇറ്റ് ഔട്ട്ലൈൻസ് ഹൗ ദ റിസർച്ച് വിൽ ബി ക്യാരിഡ് ഔട്ട്. നമ്മളൊരു റിസർച്ചിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആ റിസർച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലൈനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ. 3 ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണത്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഡാറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതും ആൻഡ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ. നമ്മൾ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ തന്നെയാണ്. അല്ലാണ്ട് വേറെ ആരെങ്കിലും അവരുടെ ആവശ്യത്തിന് കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി ആയി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മൂന്നാമത്തേൽ വാട്ട് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇതും അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ നമ്പർ ഓഫ് റിലേറ്റീവ്ലി ആൻഡ് സ്മോൾ സബ് ഡിവിഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, വിച്ച് ആർ ദംസെൽസ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ആ ഓരോ ഡിവൈഡ് ചെയ്യുന്ന ആ ഡിവിഷനും ക്ലസ്റ്ററുകളാണ്, സ്റ്റിൽ സ്മോളർ യൂണിറ്റ്സ്. ആൻഡ് ദെൻ സം ഓഫ് ദീസ് ക്ലസ്റ്റേഴ്സ് ആർ റാൻഡംലി സെലക്റ്റഡ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ ഓവറോൾ സാമ്പിൾ. നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള സാമ്പിൾ കണക്കാക്കുമ്പോൾ ഈ ഓരോ ക്ലസ്റ്ററിൽ നിന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടായിരിക്കും സാമ്പിൾസ് എടുക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ റിസർച്ച് പ്രോബ്ലം. എന്താണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കൈൻഡ് ഓഫ് പ്രോബ്ലം വിച്ച് റിസർച്ചർ എക്സ്പീരിയൻസസ് ഓർ ഒബ്സർവ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഐദർ എ തിയറിറ്റിക്കൽ ഓർ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. ഒരു തിയറിറ്റിക്കലായിട്ടോ പ്രാക്ടിക്കലായിട്ടോ സിറ്റുവേഷനിൽ നിന്ന് കോണ്ടെക്സ്റ്റിൽ നിന്ന് റിസർച്ച് ഒബ്സർവ് ചെയ്തെടുക്കുന്ന ചില എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസിനെ തന്നെ, പ്രോബ്ലം മീൻസ് അവർക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ അവിടെ അറൈസ് ചെയ്യുക, അതിനെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. വാട്ട് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇഫ് വൺ വേരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദ അതർ വേരിയബിൾ, it is termed as dependent variable, and the variable that is antecedent to the dependent variable is termed as independent variable. അതായത് നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു സെയിൽ കൂടുമ്പോൾ. നമുക്കറിയാം വിൽപ്പന കൂടുന്തോറും എന്താ ലാഭം കൂടുക തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം സെയിൽ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. സെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏതുണ്ടാവുന്നത്, പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും സെയിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. ഇനി ആറാമത്തത് നൾ ഹൈപ്പോത്തസിസ് എന്താ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേരിയബിൾ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇപ്രാവശ്യം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം അതൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നുള്ള ചോദ്യം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇഫ് ഇറ്റ് പോയിൻറ്റ്സ് ഔട്ട് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ റെസ്പെക്ട് ഓഫ് സെയിം പ്രോപ്പർട്ടി. നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റിസർച്ച് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ, റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ റിസർച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ഹൈപ്പോത്തസിസ് ശരിയായിരുന്നോ തെറ്റായിരുന്നോ. അപ്പം നമ്മൾ അങ്ങനെ ലാസ്റ്റിലേക്ക് വരുമ്പം നമ്മളെടുത്ത 2 പോപ്പുലേഷൻ തമ്മിലും യാതൊരു വ്യത്യാസവും അവിടെ ഇല്ലെങ്കിൽ അതിനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ആർ കണ്ടിജൻസി ടേബിൾ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടിജൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് 2 വേരിയബിൾസ് ഒരു ടേബിൾ ഫോമിൽ അല്ലെങ്കിൽ ടാബുലാർ ഫോമിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ടേബിളിനെയാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. ഇത് ആദ്യമായി യൂസ് ചെയ്തത് കാൾ പിയേഴ്സനാണ്. വാട്ട് ഈസ് റിസർച്ച് ഗ്യാപ്പ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് റിസർച്ച് ഗ്യാപ്പ്. റിസർച്ച് ഗ്യാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോബ്ലം ഹാസ് നോട്ട് ബീൻ ആൻസർഡ് ബൈ എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് സ്റ്റഡീസ്. ഇപ്പം നിലവിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെ കുറിച്ച് ആരും ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടേ ഇല്ല, പഠിച്ചിട്ടേ ഇല്ല എങ്കിൽ, അതായത് നമുക്കതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് അവിടെ വരികയാണ് ചെയ്യുന്നത്. നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. കാരണം ഒരു ഫർദർ ഇൻഫർമേഷൻ അവിടെ എവിടെയും അവൈലബിൾ അല്ലാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടന്നിട്ടില്ലാത്തത് കൊണ്ടൊക്കെ നമുക്ക് പുതിയതായിട്ടാണ് നമ്മളിനി കണ്ടെത്തുന്ന കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്ന റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യനിൽ വീണ്ടും വേരിയബിൾ എന്നുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ട് ആദ്യം നമ്മളോട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ചോദിച്ചത്. ഇപ്പോൾ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് സയൻറ്റിഫിക് കോൺസെപ്റ്റ് ആണ്. കാരണം സയൻറ്റിസ്റ്റ് ആണ് ഇൻവോക്ക് ടു
ലേബൽ ഓർ സമ്മറൈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ് അക്രോസ് എ വെറൈറ്റി ഓഫ് സർക്കംസ്റ്റൻസസ്. ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് കോൺസെപ്റ്റാണ്. ഇവ തമ്മിലുള്ള ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ആ റിലേഷൻഷിപ്പിനെ സമ്മറൈസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ഇൻ്റർവീനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ഡിഡക്ഷൻ തിയറി? 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ തിയറിയും ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റീസണിങ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അതിൽ നിന്നെല്ലാം നമ്മൾ കുറേ കട്ട് ചെയ്ത് ഒരു ഒറ്റ സ്പെസിഫിക് ആയിട്ട്, അതായത് പെർട്ടിക്കുലർ ഫ്രം ദ യൂണിവേഴ്സൽ ടു ദ ഇൻഡിവിജ്വൽ. കാരണം മൊത്തത്തിൽ ഈ ലോകത്തിൽ ആളുകൾ എടുത്തെടുത്ത് ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ അതിനെ ഡിഡക്ഷൻ, കാരണം കുറഞ്ഞു വരികയാണല്ലോ ചെയ്യുന്നത്. നെക്സ്റ്റ് 11ാമത്തെ പോയിന്റിൽ സോഷ്യൽ റിസർച്ച് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്നത് ആരാ? സോഷ്യൽ സയൻറ്റിസ്റ്റുകളാണ്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് ഫീൽഡിലും ബിഹേവിയർ സയൻസ് ഫീൽഡിലൊക്കെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറയാം, വാട്ട് ഡു യു മീൻ ബൈ റിസർച്ച് പ്രോസസ്സ്? എന്താണ് റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അതിൽ ഒരുപാട് സീരീസ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയാണ് ഒരു റിസർച്ച് കറക്റ്റായിട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഓരോ ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ? ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് വേണ്ടതായിട്ടുള്ള എസെൻഷ്യൽസ് എന്തൊക്കെയാണുള്ളത്? അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രൊസീഡ് ചെയ്യേണ്ടത് ലോജിക്കൽ സീക്വൻസിലായിരിക്കണം. കാരണം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേണം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പരമാവധി നമ്മൾ ഒഴിവാക്കുക. ക്വസ്റ്റ്യൻസ് മേ ബി ഡൈക്കോട്ടമസ്. ആ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കാം, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കാം, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദർ ഷുഡ് ബി സം കൺട്രോൾ ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്വസ്റ്റ്യനെയർ വിച്ച് ഇൻഡിക്കേറ്റ് ദ റിലയബിലിറ്റി ഓഫ് ദ റെസ്പോണ്ടൻറ്റ്. ചില ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പം അവരത് ആൻസർ ചെയ്യാൻ മടി കാണിക്കും. അതിനൊക്കെ വരുമ്പോൾ അതിന് റിലയബിലിറ്റി തന്നെ ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? ഈ രണ്ട് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക, കാരണം അതിനെക്കുറിച്ച് ആരും ഇതിനു മുന്നേ സ്റ്റഡി ചെയ്തിട്ടില്ല. ആൻഡ് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയൊരു ഓപ്പറേഷണൽ ഡെഫിനേഷൻ കൊടുക്കാനും ഫൈനൽ റിസർച്ച് ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ബെസ്റ്റ് റിസർച്ച് ഡിസൈനാണ്. ഡാറ്റ കളക്ഷൻ മെത്തേഡ്, സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ് ആൻഡ് ഡ്രോ ചെയ്യുന്നത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണ്, വിതൗട്ട് ഓൺലി വിത്ത് എക്സ്ട്രീം കോഷൻസ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കുക. സർവേസും ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസും ഒക്കെ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സിനെ നിലവിൽ എന്താണോ ഒരു സിനാരിയോ ഉള്ളത് അതിനെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് റിസർച്ചർക്ക് യാതൊരു കൺട്രോളും അതിൻ്റെ വേരിയബിൾസിൻ്റെ മുകളിൽ കൊടുക്കാൻ പറ്റില്ല. ഓൺലി റിപ്പോർട്ട് ചെയ്യാൻ മാത്രം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ്ഫുൾ ആയിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്? ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെ പ്രധാനമായിട്ടും എത്ര തരത്തിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? 1 ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും 2 ഇൻഫറൻഷ്യൽ അനാലിസിസും. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യുക ഡാറ്റേനെ, ഏത് ഡാറ്റയാണോ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് നമ്മൾ വിവരിക്കുക, വിശദീകരിക്കുക. ദേ പ്രൊവൈഡ് സിമ്പിൾ സമ്മറൈസ് അബൌട്ട് ദി സാമ്പിൾ ആൻഡ് ദ മെഷേഴ്സ്. ഇതിലൂടെ നമുക്ക് എന്താ ചെറിയ സമ്മറികളും സാമ്പിൾസൊക്കെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൻ്റെ തരത്തിലും കൂടിയാണ് ഡിസ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഫീച്ചേഴ്സിനെയൊക്കെ, ഡാറ്റ കളക്ഷനും. അങ്ങനെ ഒരു അനാലിസിസ് നടക്കുമ്പം യൂണിവേരിയേറ്റ് അനാലിസിസും ബൈവേരിയേറ്റ് അനാലിസിസും മൾട്ടിവേരിയേറ്റ് അനാലിസിസും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഇൻഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേരിയസ് ടെസ്റ്റുകൾ, സിഗ്നിഫിക്കൻസ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് in order to determine the what validity data can be said to indicate some conclusion or conclusions. ഏത് കാര്യമാണ് ഒരു ഡാറ്റയെ അത്രത്തോളം വാലിഡേറ്റ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. ആൻഡ് പോപ്പുലേഷൻ വാല്യൂസിനെയൊക്കെ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇൻഫറൻഷ്യൽ അനാലിസിസ് യൂസ് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ? പ്രൈമറി ഡാറ്റ മെത്തേഡാണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം?
ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം, ക്വസ്റ്റനെയർ കൊടുക്കാം, എക്സ്പെരിമെൻ്റ് നടത്താം, ഫോൺ യൂസ് ചെയ്യാം, മെയിൽ ചെയ്യാം, സോഷ്യോമെട്രിക് അനാലിസിസ്, കണ്ടൻറ്റ് അനാലിസിസ്, ഇൻ്റർവ്യൂ ചെയ്യാം, ഷെഡ്യൂളിംഗ് നടത്താം, സിമുലേഷൻ, പാനൽ മെത്തേഡ്, പ്രൊജക്റ്റീവ് ടെക്നിക്ക്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതെല്ലാം പ്രൈമറി ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് യൂസ് ടു റെപ്രസെൻറ്റ് ഡാറ്റ? അതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഗ്രാഫ്സുകളാണ്? ഒന്ന് ചാർട്ട് അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, സർക്കിൾ ചാർട്ട്, അല്ലെങ്കിൽ പൈ ഡയഗ്രം എന്ന് പറയും. പിക്ടോഗ്രാംസ് ഉണ്ട്. ചാർട്ട്സ് ഓർ ലൈൻ ഗ്രാഫ്സ്. ലൈൻ ഗ്രാഫ്സിൽ പ്രധാനമായിട്ട് ഇൻഫർമേഷൻ ഓരോ ലൈനുകളായിട്ടായിരിക്കും അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇൻഡിവിജ്വൽ മെഷർമെൻ്റ് ആണ്, അല്ലെങ്കിൽ പീസ് ഓഫ് ഡാറ്റയാണ്. ബാർ ചാർട്ട് പറഞ്ഞാൽ ബാറുകൾ യൂസ് ചെയ്ത് പാരലൽ ബാർസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്യും. സർക്കുലർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്യുക. ഓരോ സെക്ടേഴ്സ് ആയിട്ട് അതിനെ അല്ലെങ്കിൽ ഓരോ സെക്ഷനായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യും ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ. പിക്ടോഗ്രാം പറഞ്ഞാൽ നമ്മൾ എന്താണോ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് അതിൻ്റെ പിക്ചർ എന്താണോ അതിനെ ഏറ്റവും ചെറിയ രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഐഡിയോഗ്രാം ദാറ്റ് കൺവേസ് ഇറ്റ്സ് മീനിങ് ത്രൂ ദ പിക്ടോറിയൽ റിസംബ്ലൻസ് ടു എ ഫിസിക്കൽ ഒബ്ജക്റ്റ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് മെഷർമെൻറ്റ്? ഒരു നല്ല മെഷർമെൻറ്റിന് വേണ്ടതായിട്ടുള്ള ക്രൈറ്റീരിയ എന്താ? നല്ല മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ അത് വാലിഡിറ്റി കിട്ടാണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലയബിലിറ്റി ഉണ്ടായിരിക്കും, പ്രാക്ടിക്കബിലിറ്റി ഉണ്ടായിരിക്കും, പ്രാക്ടിക്കാലിറ്റി. In fact, these are three major considerations one should use in evaluating a measurement tool. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മളത് മെഷർ ചെയ്യുമ്പം അത് വാലിഡ് ആണ്, ആക്ച്വലി വിഷ് ടു മെഷർ. റിലയബിൾ ആവുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും മെഷർമെൻറ്റ് പ്രൊസീജിയർ പോവാം. പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി ജഡ്ജ് ഇൻ ടേംസ് ഓഫ്, അതായത് നമ്മൾ കിട്ടിയ റിസർച്ച് ടോപ്പിക്ക് നമ്മുടെ ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യം എക്കണോമിക്കലായിരിക്കണം, അതുപോലെ നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കണം, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ? സെക്കൻഡറി ഡാറ്റ കിട്ടാൻ നമുക്ക് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ, ലോക്കൽ ഗവൺമെൻറ് ഒഫീഷ്യൽ റിപ്പോർട്ട്, ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്, പിന്നെ റിപ്പോർട്ട്സ് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ട്രേഡ് അസോസിയേഷൻ, ബാങ്ക്സ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് സിമിലർ സെമി ഗവൺമെൻറ് ആൻഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ, ടെക്നിക്കൽ ജേർണൽസ്, ന്യൂസ് പേപ്പർ, ബുക്സ്, പീരിയോഡിക്കൽസ്, എക്സെട്ര. പബ്ലിക്കേഷൻസ് ഓഫ് റിസർച്ച് ഓർഗനൈസേഷൻ, റിസർച്ച് സെൻറ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, റിപ്പോർട്ട്സ് സബ്മിറ്റഡ് ബൈ എക്കണോമിസ്റ്റ്, റിസർച്ച് സ്കോളേഴ്സ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഇനി പാർട്ട് സിയിലേക്ക് വരുമ്പം സാമ്പിളിംഗ് ഡിസൈൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് സാമ്പിളിംഗ് ഡിസൈൻ എന്താണെന്നുള്ളത് ആദ്യം എഴുതുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് എ സബ്സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം വിതിൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ ടു എസ്റ്റിമേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹോൾ പോപ്പുലേഷൻ. ഹോൾ പോപ്പുലേഷനെ നമുക്ക് അതിൽ കാണിച്ചുകൊണ്ട് ഏറ്റവും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾക്ക് പോപ്പുലേഷൻ എത്ര വേണമെന്ന് സെലക്ട് ചെയ്യുക, സാമ്പിളിംഗ് ഫ്രെയിം എന്താണെന്ന് പറയുക, സാമ്പിളിംഗ് യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, സാമ്പിളിംഗ് മെത്തേഡ് പറയുക, സാമ്പിൾ സൈസ് എത്രയാണ് ഡിറ്റർമിൻ ചെയ്യുക, സാമ്പിളിംഗ് പ്ലാനിനെ നമ്മൾ സ്പെൽ ഔട്ട് ചെയ്യുക, ആൻഡ് ലാസ്റ്റ് സാമ്പിൾ സെലക്ട് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ എ റിസർച്ച് റിപ്പോർട്ട്? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ഡ്രാഫ്റ്റിംഗ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. എന്താണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് എഴുതുക, എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കോ പെർട്ടിക്കുലർ ഏരിയയോ നമ്മൾ സെലക്ട് ചെയ്ത് എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ പ്ലാനിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട്. ആ ഒരു ഇതിൻ്റെ റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ സ്റ്റെപ്സും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലോജിക്കലി നമ്മൾ സബ്ജക്റ്റ് മാറ്റർ അനലൈസ് ചെയ്യുക, ഫൈനൽ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, റഫ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക, റീറൈറ്റ് ചെയ്യുക, പോളിഷ് ചെയ്യുക, ആൻഡ് ഫൈനൽ ബിബ്ലിയോഗ്രഫി പ്രിപ്പയർ ചെയ്യുക, ആൻഡ് ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇത്രയാണ് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന 2019 അഡ്മിഷൻ എടുത്ത ഒരാൾക്ക് മുതൽ ഇപ്പം 2023 അഡ്മിഷനിലെ ആളുകൾ എഴുതുന്നവരേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ 2023 ആളുകൾ എഴുതുന്നവരേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും
3 ക്വസ്റ്റ്യൻ പേപ്പറും പരമാവധി ആൻസേഴ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ലൊരു മാർക്കും കൂടിയിട്ട് എക്സാമിന് സ്കോർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റൊക്കെ എന്ന് പറയുന്ന ഹെഡിങ് പോലെ തന്നെ തൊട്ടപ്പുറത്ത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങും കൂടി ഉണ്ടാവും. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയൊക്കെ അവിടെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒപ്പം ഒന്ന് സെർച്ച് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്